നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പശു എന്ന മൃഗം കേവലം ഒരു വളർത്തുമൃഗം എന്നതിനപ്പുറം വലിയ തോതിലുള്ള വിദ്വേഷ രാഷ്ട്രീയത്തിനും വിഭജനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായി മാറിയിട്ട് കുറച്ചു കാലമായി. നമ്മൾ കുറച്ചുകൂടി മുമ്പേക്ക് പോയി കഴിഞ്ഞാൽ വൈകാരികമായി ഇന്ത്യയിലെ എല്ലാ മനുഷ്യരുടെയും, അതിൽ ജാതിയില്ല, അതിൽ ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഇന്ത്യയിൽ ജീവിക്കുന്ന, ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെ ഉള്ളിലും പശു എന്ന മൃഗത്തോട് ഒരു ആദരവുണ്ട്, ഒരു ബഹുമാനമുണ്ട്. ഇപ്പോ നമ്മൾ ആട്ടിറച്ചി കഴിക്കാൻ പോകും, അതുപോലെ പോത്തിറച്ചിയും കഴിക്കാൻ പോകും. ഇതൊക്കെ അറക്കുകയും ചെയ്യും. കോഴിയൊക്കെ യാതൊരു ദാക്ഷിണ്യം ഇല്ലാതാണ് അറക്കുന്നത്. അതേസമയം മുയലിറച്ചി നമ്മൾ കഴിക്കുമായിരിക്കും. അങ്ങനെ മുയലിനെ അറക്കുന്നത് കാണുമ്പോൾ ഒരു പാപം പിടിച്ച ഒരു സാധു ജീവി, അതിനെ അറക്കാൻ തോന്നോ? ഏത് ക്രൂരഹൃദയനും നടക്കില്ല. അത് തൊഴിലാക്കിയവന് പറ്റുമായിരിക്കും, പക്ഷെ സാധാരണക്കാർക്ക് പറ്റില്ല. എനിക്ക് പറ്റില്ല. ഞാൻ മുയലിറച്ചി ഉപയോഗിക്കുകയല്ല. മുയലിനെ അറക്കുന്നത് കാണാനുള്ള ത്രാണി എനിക്കില്ല. ഒരു പാവം ജീവിയാണത്. അതുപോലെ ഒരു പവിത്രത, ഒരു പാവനത, ഒരു ദയ, ഒരു കാരുണ്യം, അതൊക്കെ നമ്മൾ പശുവിന്റെ മണ്ടയിൽ ചാർത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ ഇൻബോൺ ആയിട്ടുള്ളതാണ്. അതാരും പശു മാതാവായെന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണെന്ന് പറഞ്ഞതുകൊണ്ടൊന്നും അല്ല. അത് ഇൻബോൺ ആയിട്ട് ഇന്ത്യക്കാരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതൊരു മൃഗമാണ്, അതൊരു വളർത്തു മൃഗമാണ്. ഈ മാതാവും പിതാവും ഒക്കെ ഒരു സമയം വരെ മാത്രമേ നമ്മൾ ഒരു മൃഗമായതുകൊണ്ട് തന്നെ, ഒരു വളർത്തു മൃഗമായതുകൊണ്ട് തന്നെ നമ്മൾ കാണുള്ളൂ. പിന്നീട് നമ്മൾ അതിനെ ഒഴിവാക്കും, കൊടുക്കും, മറ്റാർക്കെങ്കിലും കൊടുക്കും. നമ്മൾ അതിനെ ഒരുപക്ഷെ അറക്കില്ലായിരിക്കാം. പക്ഷെ കൊണ്ടുപോകുന്നവർ അതിനെ കശാപ്പ് ചെയ്തേക്കാം, വിറ്റേക്കാം, പലതും ചെയ്തേക്കാം. പക്ഷെ നമുക്ക് സാമ്പത്തികം ആവശ്യമുള്ളത് കൊണ്ട്, നമുക്കതിനെ നോക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ അതിനെ വിറ്റൊഴിവാക്കുകയാണ് ചെയ്യുന്നത്. ആ സമയമാകുമ്പോഴേക്കും നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ വീട്ടിൽ മറ്റൊരു മാതാവ് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റൊരു മൃഗം, ഓമന മൃഗം വന്നിട്ടുണ്ടാവും. ഓമന മൃഗം, അതാണ് ശരി, ഒരു ഓമന മൃഗം വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ഓമനയെ തൽക്കാലം അങ്ങോട്ട് കൊടുക്കും. ആ ഓമനെ കൊണ്ടുപോകുന്നതിന് ഇത് ഓമനയല്ല, വാസന്തിയല്ല. അതുകൊണ്ട് തന്നെ അവരതിനെ ചിലപ്പോൾ അറക്കും, മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യും. അതെന്തോ ചെയ്തോട്ടെ, നമുക്കതൊരു വിഷയമല്ല, നമുക്ക് കാശ് കിട്ടിയാൽ മതി. ഇതായിരുന്നല്ലോ കഴിഞ്ഞ ഒരു 14 വർഷത്തിന് മുമ്പുള്ള നമ്മുടെ ഇന്ത്യയിലെ പൊതുവായിട്ടുള്ള ഗോമാത പരിഷ്കാരം എന്ന് പറയുന്നത്. ഇതിൽ അല്ലാതെ മറ്റെന്താണ്? എന്നാൽ ഈ 10-14 വർഷത്തിന് ഇപ്പുറം ഇതൊരു വിഭജന രാഷ്ട്രീയമായിട്ട്, അതായത് ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. എത്രയെത്ര കൊലപാതകങ്ങൾ, ബീഫ് കയ്യിൽ വെച്ചു എന്ന് കരുതിയിട്ട് എത്രയെത്ര കൊലപാതകങ്ങൾ, എത്രയെത്ര എന്താ പറയുക, തർക്കങ്ങൾ, വർഗീയ കലാപങ്ങൾ, സംഘടനകൾ ഒക്കെ ഒരു പശുവിന്റെ പേരിൽ, ഒരു മൃഗത്തിന്റെ പേരിൽ. അല്ല, ഒരു വിഭാഗത്തിന് അത് ഗോമാത ആണെങ്കിൽ ആയിക്കോട്ടെ, മറ്റുള്ളവരും അങ്ങനെ തന്നെ കാണണമെന്ന് വാശി പിടിക്കുന്നതിനെ. ഇപ്പോ നമ്പൂതിരിമാര് അല്ലെങ്കിൽ ഒരു വിഭാഗം പച്ചക്കറിയും അത് മാത്രമാണ് കഴിക്കുന്നത്, മാംസാഹാരം കഴിക്കാനില്ല. ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും മാംസാഹാരം വർജിക്കണം എന്ന് പറയുന്നത് പോലെയാണ്. ഇപ്പൊ മുസ്ലിങ്ങൾ പന്നിയിറച്ചി കഴിക്കാറില്ല, പൊതുവെ കഴിക്കാറില്ല. കഴിക്കുന്നവരുണ്ടാവാം, പക്ഷെ കഴിക്കാറില്ല. ഇവിടെ ക്രിസ്ത്യാനികളാകട്ടെ, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് അതാനും. ക്രിസ്ത്യാനികളെല്ലാം കൂടെ പറയണം, നാളെ മുതൽ മുസ്ലിങ്ങളെല്ലാം പന്നിയിറച്ചി കഴിക്കണം എന്ന് പറഞ്ഞാലോ? എന്നതുപോലെ ഇഷ്ടമുള്ള ഭക്ഷണം ആരോ കഴിച്ചോട്ടെ, നമുക്ക് താല്പര്യമില്ലേ നമ്മൾ കഴിക്കേണ്ട. അത് അങ്ങനെ ചിന്തിക്കേണ്ട സ്ഥാനത്ത് പശു മാതാവാണ്, അതുകൊണ്ട് ഞങ്ങളുടെ മാതാവായതുകൊണ്ട് നിങ്ങളുടെ മാതാവായിട്ട് അംഗീകരിക്കണം. ഈ മാതാവാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ വരുന്നു. പക്ഷേ ഈ മാതാവ് ഒരു ബാധ്യതയാകുമ്പോൾ അത് മാതാവ് അല്ലാതെ തീരുന്നു എന്നതുകൊണ്ടാണ്. അതൊരു കെട്ടിത്താപ്പാണ്, അതൊരു തട്ടിപ്പാണ്. പശു മാതാവുമല്ല, ഒരു പിണ്ണാക്കുമല്ല, അത് ഒരു മൃഗമാണ്, ഒരു വളർത്തു മൃഗമാണ്. അത് പ്രസവിക്കുമ്പോൾ, അത് പാല് തരുമ്പോൾ, അതൊരു വരുമാനം തരുന്നത് വരെ അതിനെ പരിപാലിച്ചു കൊണ്ട് നടക്കും. അത് കഴിയുമ്പോൾ നമ്മൾ അതിനെ വിറ്റൊഴിവാക്കും. ഈ കൊണ്ടുപോണവന് ഒരു ഇറച്ചിപ്പിണ്ടം മാത്രമാണത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടുത്തെ വിഷയം ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുന്നവനാ. വാങ്ങിക്കൊണ്ട് പോകുന്നവന് ഹിന്ദു ആയിരിക്കാം, മുസ്ലിം ആയിരിക്കാം. അങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുന്നവനെ പിടിച്ചു നിർത്തി ഈ കൊടുത്തവനടക്കമുള്ള ഒരു വിഭാഗത്തെ വലിയ ജിഹാദ് ഉണ്ടാക്കിയിട്ട്, അവിടെ ബീഫ് ജിഹാദ് അങ്ങോട്ട് ഉണ്ടാക്കി അവനെ തല്ലിക്കൊല്ലുന്നു, തച്ചുകൊല്ലുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അതായത് വിൽക്കുന്നതിന് കുഴപ്പമില്ല, അത് അങ്ങോട്ട് അതിന്റെ കാശ് വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല, കൊണ്ടുപോയാൽ പ്രശ്നം. ഇനി കൊണ്ടുപോയി അവന് പുഴുങ്ങി തിന്നണം. ഇത് ഇറച്ചിയാക്കാനും മറ്റും തന്നെയാണല്ലോ കൊണ്ടുപോകുന്നത്. അതിന്റെ തോലുമായി ബന്ധപ്പെട്ട് മറ്റൊരു കച്ചവടം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പ് ഇത് മുസ്ലിങ്ങൾ കുറച്ചു കാലമായി ഇന്ത്യയിൽ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്, അവരുടെ മുതൽ വാങ്ങുന്നത് വരെ കുഴപ്പമില്ല, വാങ്ങി ഇവരുടെ മുതലായി കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഗോമാതാ സംഘടനകൾ അങ്ങോട്ട് പൊന്തി വരികയാണ്. അവരെ ജയ്ശ്രാം വിളിപ്പിക്കുന്നു, അങ്ങനെ എന്തെല്ലാം. ഇവിടെ ഒരു ഗതിയും ഒരു പരഗതിയും ഇല്ലാതെ അവസാനം മുസ്ലിം സംഘടനകൾ ഒരു വിചിത്രമായ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കേന്ദ്ര സർക്കാരുമൊക്കെ ആ നിലപാട് അല്ലെങ്കിൽ ആ ആവശ്യത്തോട്
സ്വീകരിച്ചുള്ള നിലപാടുകൾ ആ സംഘപരിവാറിന്റെ പശു രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ മുഖം എക്സ്പോസ് ചെയ്യുന്നതാണെന്ന് നമുക്കത് പരിശോധിച്ചാൽ അവരെങ്ങനെയാണ് അതിനെ ഉൾക്കൊണ്ടത് എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. രാജ്യത്തുടനീളം ഗോവധ നിരോധന നിയമം നടപ്പിലാക്കണം. ആരും ഇനി പശുവിനെ കൊല്ലണ്ട. പശു ഗോമാതാവാണ്, അത് പൂജിക്കേണ്ടതാണ്. അങ്ങനെയുള്ള യാതൊന്നിനെയും ഇനിയിപ്പോൾ അറക്കാനോ മറ്റു കാര്യങ്ങൾ പാടില്ല. ഗോവധ നിരോധനം നടത്തണം. അല്ല, അത് തന്നെയല്ല അവർ പറയുന്നത്. ഗോക്കളെ കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ മുസ്ലിം വിഭാഗത്തെ മുഴുവൻ, അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ട് കശാപ്പിന് പോകുന്നതിനെ മുഴുവൻ കൊന്നു തള്ളിയിരുന്നത്, അല്ലെങ്കിൽ അവനെ തച്ചിരുന്നത്, ജയശ്രാം വിളിപ്പിച്ചിരുന്നത്. അത് അവനങ്ങ് ആവശ്യപ്പെടാൻ തുടങ്ങി. രാജ്യത്തുടനീളം ഗോവധ നിരോധന നിയമം നടപ്പിലാക്കണം. അത് മാത്രമല്ല, പശുവിനെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിക്കണം. കുടുങ്ങിയോ? ഗോവധം നിരോധിക്കണമെന്ന് മാത്രമല്ല, പശു ദേശീയ മൃഗമായിരിക്കണം. ഈ ഒരൊറ്റ ആവശ്യം, ഈ ആവശ്യം ഒറ്റ നോട്ടത്തിൽ ഇതൊരു വിചിത്രമായിട്ടുള്ള ഒരു ആവശ്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇതിന്റെ പിന്നിൽ വളരെ വ്യക്തമായ ഒരു പ്രതിരോധ തന്ത്രമുണ്ട്. അല്ലാതെ എന്താ ചെയ്യേണ്ടി? ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പശുക്കടത്തിന്റെ അല്ലെങ്കിൽ ബീഫ് കൈവശം വെച്ചെന്നുള്ള ആരോപണങ്ങളുടെ പേരിൽ എത്ര മുസ്ലിങ്ങളാണ്, എത്ര ദളിതരാണ് നിരന്തരം ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തത് ഇതിനു മുമ്പ്, അഖലാഖിന്റെ അടക്കം. അതുകൊണ്ട് ആ മുസ്ലിങ്ങൾ മുഴുവൻ അങ്ങ് തീരുമാനിച്ചു, തങ്ങൾക്കിനി പശു ഇറച്ചി വേണ്ട, അതിനെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിച്ച് സംരക്ഷിക്കാനുള്ള ചുമതല സർക്കാർ അങ്ങ് ഏറ്റെടുക്കണം. റെയിൽവേ ട്രാക്കിലും ഹൈവേകളിലുമൊക്കെ ധാരാളം പശുക്കൾ, ഈ മാതാക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അവരെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം. അല്ല, എന്താ ചെയ്യേണ്ടി? പശുവിന്റെ പേരിൽ തങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുക. അതിന് ഇതല്ലാതെ ഏറ്റവും ഉചിതമായ മാർഗം വേറെണ്ടെന്ന് തോന്നുന്നില്ല. ഇതൊരു നല്ലൊരു മാർഗമാണ്. അല്ലാതെ അതിനെതിരെ സിന്ദാബാദം വിളിച്ചുകൊണ്ട് ഇറങ്ങിയിരുന്നെങ്കിൽ, പശുവിനെ ഞങ്ങൾ അറക്കുമെന്ന് വാശി പിടിച്ചിരുന്നെങ്കിൽ ഇതല്ല ഇവിടെ സംഭവിക്കുക. അങ്ങനെ സംഭവിക്കണമെന്നാണ് ഇവിടെ മതപറിയുടെ പേരിൽ, പശുവിന്റെ പേരിൽ കൊലവിളി നടത്തി ഈ രാജ്യത്തെ വെട്ടിമുറിക്കണം, അല്ലെങ്കിൽ ജനങ്ങളെ വെട്ടിമുറിക്കണമെന്ന് കരുതുന്നവർ അത് ആഗ്രഹിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ആഗ്രഹിക്കുന്നത്. പശുവിനെ അറക്കുന്നത് നിരോധിക്കണം, ഗോവധ നിരോധന നിയമം നടപ്പിലാക്കണം, അതുപോലെ പശുവിനെ ദേശീയ മൃഗമാക്കണം. ഇതൊക്കെയായിരുന്നല്ലോ ആവശ്യം. ഈ ആവശ്യത്തോട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതികരിച്ചത് അവരുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ആ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. അതായത് പശു തങ്ങളുടെ മാതാവാണ്, അമാരാ മാതാ. മാതാവും മക്കളും തമ്മിലുള്ള ബന്ധം നിയമത്തിലൂടെ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ യോഗി പറയുന്നത് മാതാവും മക്കളും തമ്മിൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ഈ കഴിഞ്ഞ SIR വന്നല്ലോ. SIR വന്നപ്പോൾ അതിൽ ബന്ധത്തിന്റെ ഒരു കോളം ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ മാതാവും മക്കളും തമ്മിലുള്ള ബന്ധം നിയമപരമായിട്ട് അവിടെ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. എന്തോ ഇവിടെ മനുഷ്യരുടെ കാര്യത്തിൽ എന്താ അത് വന്നു, അങ്ങനെയാണ് മൃഗങ്ങളുടെ കാര്യത്തിലും വരട്ടെ. അല്ല, ഇരട്ടത്താപ്പ് പാടില്ലല്ലോ. ഇവിടെ ഞങ്ങളുടെ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നതിലൂടെ, അതായത് ഞങ്ങളുടെ മാതാവാണ്, ഹമാര മാതാ എന്ന് പറഞ്ഞ്, ആ മാതാവും മക്കളും തമ്മിലുള്ള ബന്ധം നിയമത്തിലൂടെ വിശദീകരിക്കാൻ പറ്റൂല എന്നാ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഈ ഞങ്ങളുടെ എന്ന് എടുത്ത് പ്രത്യേകിച്ച് പറയുമ്പോൾ അതിൽ തന്നെ ഒരു വിഭജന രാഷ്ട്രീയത്തിന്റെ കൃത്യമായ സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. ഇവിടെ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, അപ്പൊ രണ്ടും രണ്ടാണ്. രണ്ടും മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ഇങ്ങനെ ചവിട്ടും, അത് കൊണ്ടിങ്ങനെ കിടന്നോളണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ധ്വനിയിൽ നിന്ന്, ആ വാഗ്ധോരണിയുടെ ധ്വനിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ സമാനമായ രീതിയിൽ ഒരു പ്രതികരണം പ്രതികരിച്ചു. ഗോവധ നിരോധന നിയമം സംസ്ഥാനങ്ങളുടെ പരിധിയിൽ വരുന്ന വിഷയമാണ്. അത് കേന്ദ്രത്തിൽ ഇതിൽ നിയമം നിർമ്മിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സംസ്ഥാനങ്ങളെ നിയമം നിർമ്മിച്ചോട്ടെ എന്നായിരിക്കും ഒരുപക്ഷെ. പല സംസ്ഥാനങ്ങളിലും ഗോവധ നിരോധനം ഉണ്ടല്ലോ. അല്ല, ഓൾ ഇന്ത്യ ബേസ്ഡ് ഇന്ത്യയിൽ അങ്ങ് ഗോവധം അങ്ങ് നിരോധിച്ച എന്താ പ്രശ്നം? BJP-കാരുടെ സംഘപരിവാറുടെ വിശ്വാസപ്രകാരമുള്ള ഗോമാത അത് ഇന്ത്യക്കാരുടെ മൊത്തമല്ലേ, ഏതെങ്കിലും സ്റ്റേറ്റിന്റെ മാത്രമല്ലല്ലോ. അങ്ങനെ വരുമ്പോൾ സ്റ്റേറ്റിനോട് നിയമം നിർമ്മിക്കാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് തന്നെ അത്തരത്തിലൊരു നിയമം നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നടപ്പിലാക്കാൻ പറ്റൂല. അങ്ങനെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ പശുക്കളെല്ലാം ഈ ഗോവധ നിരോധന നിയമം കൊണ്ടുവരാത്തതിന്റെ കാരണം ഇവിടെ ഗോമാത എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ വെച്ചോണ്ടാണ്. ഒന്ന്, ഈ ഗോമാതാവിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങൾ മുഴുവൻ തല്ലിക്കൊന്നുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ മേൽ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട്, അവരെ ഒരു വിഭാഗീയ രാഷ്ട്രീയത്തിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട്, രാജ്യദ്രോഹികളെ ചിത്രീകരിച്ചുകൊണ്ട്, ഹിന്ദുക്കളെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ട് വാങ്ങി അധികാരത്തിലിരിക്കാം. ഒന്ന്, വളരെ പ്രധാനപ്പെട്ട വിഷയം അത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ന്യൂനപക്ഷത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് അവർ രാജ്യദ്രോഹികളാണ്, അല്ലെങ്കിൽ അവർ നമ്മുടെ മതത്തെ, നമ്മുടെ ദൈവത്തെ അപമാനിക്കുന്നവരാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ വോട്ട് വാങ്ങി അവർക്ക് അധികാരത്തിലിരിക്കാം. അതുപോലെ ബീഫ് എക്സ്പോർട്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ആരായാലും ഈ പശുവിനെയും ഈ കാളയും പോത്തിനെയും എരുമയും ഒക്കെ വാങ്ങി കശാപ്പ് ചെയ്യാതിരുന്നാലേ ഇതിനെയൊക്കെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ അവർക്ക് കിട്ടുള്ളൂ. അവർക്ക് അത് വാങ്ങിയിട്ട് വേണം കശാപ്പ് ചെയ്തിട്ട് വലിയ വിലയ്ക്ക് എക്സ്പോർട്ട് ചെയ്യാൻ. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്
സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളിൽ പലതരത്തിൽ ഇടപെടുന്ന ഒരു ഭരണകൂടമാണ് പശുവിനെ ദേശീയ മൃഗമാക്കുന്ന കാര്യത്തിൽ ഫെഡറലിസത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. RSS മേധാവിയായിരുന്ന MS ഗോൾവാക്കറാണ് ഇന്ത്യയിൽ പശുവിനെ ഒരു രാഷ്ട്രീയ ആയുധമായി മാറ്റിയതിന്റെ ഉപജ്ഞാതാവ്. അതിനു മുമ്പ് പശു ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ മാതാവല്ല, ഒരു വളർത്തുമൃഗമാണ്, അവരുടെ അന്നദാതാവാണ്, മാതാവായിട്ട് വന്നിട്ടില്ല. ഈ പറയുന്ന ഹിന്ദുക്കൾ മാത്രമല്ല, ആ കർഷകരുടെ മുഴുവൻ അന്നദാതാവാണ്. പശു പാല് തരുന്നു, അതുപോലെ അതിന്റെ കുട്ടിയെ തരുന്നു, അത് വരുമാനമാകുന്നു. മറ്റു കാര്യങ്ങൾ, അത് ചാണകം, അതൊരു വലിയ വരുമാനമാണ്. നമ്മൾ ഈ കേരളക്കാർക്കാണ് ചാണകം ഒരു വരുമാനമല്ലാത്തത്, ഉത്തരേന്ത്യക്കാർക്ക് അതും ഒരു വരുമാനമാണ്. ഇന്ത്യയിലെ ശ്വേതവിപ്ലവത്തിന്റെ പിതാവായിട്ടുള്ള വർഗീസ് കുര്യൻ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഗോൾവാക്കറുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു സംഭാഷണത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയെ പോലെ വൈവിധ്യമാർന്നിട്ടുള്ള വ്യത്യസ്ത ആചാരങ്ങളും ഭക്ഷണ രീതികളുമുള്ള ഒരു രാജ്യത്ത് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഒരു പൊതു ചിഹ്നം ആവശ്യമാണ് എന്ന് ഗോവൽക്കർ പറയുമ്പോൾ, ഇന്ത്യയിലെ ഒട്ടുമിക്ക സാധാരണ കുടുംബങ്ങളിലും പശു ഉള്ളതുകൊണ്ടും കൃഷിയുമായി ബന്ധപ്പെട്ട് പശു ജനങ്ങൾക്ക് ഒരു ആത്മബന്ധം ഉള്ളതുകൊണ്ടും, ജനങ്ങളുമായി പശു അല്ലെ അവർക്ക് പശുവുമായി ഒരു ആത്മബന്ധം ഉള്ളതുകൊണ്ടും പശുവിനെ ഗ്ലോറിഫൈ ചെയ്യാനും അതിന് ഒരു ദിവ്യ പരിവേഷം ചാർത്താനും എളുപ്പമാണ് എന്ന് ഗോൾവാക്കർ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഗോവധ നിരോധനം എന്നൊരു ആശയം ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്നത്, ഗോമാത എന്നൊരു ആശയം അങ്ങ് ഇട്ടുകൊടുക്കുന്നത്. ആ ഗോവധ നിരോധനം നടപ്പിലാക്കിയാൽ അത് രാജ്യത്തുണ്ടാക്കാൻ പോകുന്ന കടുത്ത സാമ്പത്തിക സാമൂഹിക ആഘാതങ്ങളെ കുറിച്ച് അത് എങ്ങനെയായിരിക്കുമെന്ന് അന്ന് ഈ വർഗീസ് കുര്യൻ ഗോൾവാക്കർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇന്ത്യയിൽ ഇത് നടപ്പിലാക്കാൻ പ്രയാസമാണെന്ന്. അതായത് ഇന്ന് മുസ്ലിങ്ങൾ ഒന്നടങ്കം നിങ്ങൾ പശു മാതാവാണ്, അതിനെ ആദരിക്കേണ്ടതാണ്, അതിനെ പൂജിക്കേണ്ടതാണ്, അതിനെ സംരക്ഷിക്കേണ്ടതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അറക്കാൻ തരരുത്, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറിയപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് അന്ന് വർഗീസ് കുര്യൻ പറഞ്ഞത് ഇന്നത്തെ ഹിന്ദുക്കൾക്കും സംഘപരിവാറിനും RSSനും എല്ലാവർക്കും മനസ്സിലായി. അന്നത് മനസ്സിലായില്ല. കാരണം അന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നായിരുന്നു. ഇതേപോലുള്ള കുത്തിത്തിരിപ്പ് രാഷ്ട്രീയമോ വിഭാഗീയ രാഷ്ട്രീയമോ അന്ന് ഉണ്ടായിരുന്നില്ല. കറവ പറ്റിയ പശുക്കളെ ആര് സംരക്ഷിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ചോദ്യം. അത് റെയിൽവേ ട്രാക്കും ഹൈവേയും സംരക്ഷിച്ചോളും എന്നാണ് ഇന്നത്തെ ഗോവധ സംരക്ഷകരുടെ ഉത്തരം. ഇന്ത്യയിൽ ഇവയെ വളർത്താനോ മേയാനോ വിടാനുള്ള പുൽമേടുകളോ മറ്റ് തരശ്ശി നിലങ്ങളോ ഒന്നുമില്ല. നമുക്കറിയാം, അങ്ങനെ അടുത്ത് വിടാനില്ല. മറ്റേ ആമസോൺ കാടുകളോ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അങ്ങ് അഴിച്ചു വിടാം, അവർ പൊയ്ക്കോളും, തിന്നോളും, എവിടെയെങ്കിലും വീണ് ചത്തോളും, എന്തെങ്കിലും ചെയ്തോളും. എന്നാലും വളം നിറച്ച് കഴിച്ചോളും, പുല്ലുകൾ ആവശ്യത്തിനുണ്ടാവും. പക്ഷെ നമുക്കിവിടെ അതുണ്ടോ? ഇല്ല. ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കറവ പറ്റിയ പശുക്കളെ കർഷകർക്ക് സംരക്ഷിക്കാൻ കഴിയാതെ അവയെ തെരുവിലങ്ങ് ഉപേക്ഷിക്കുക. നമ്മൾ തീവണ്ടിയിൽ ഉത്തരേന്ത്യയിലേക്ക് പോകുമ്പോൾ റെയിൽപാളത്തിന് സമീപം ട്രെയിൻ ഇടിച്ച് ചത്ത് അഴുകി ഒന്ന് കുഴിച്ചിടാൻ പോലും ഒറ്റയാള് മെനക്കെടില്ല എന്നുള്ളതാണ്. അതിനെടുത്ത് കുഴിച്ചിടുന്നത് പോലെ, മാതാവല്ലേ, കുഴിച്ചിടാൻ പോലും അവർ തയ്യാറല്ല. ഹൈവേകളെ നടുവിൽ പശുക്കൾ കൂട്ടമായി കിടക്കുന്നത് വൻതോതിലുള്ള അപകടങ്ങൾക്ക്, വലിയ അപകടങ്ങൾ, കൂട്ടയിടി നടക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അതൊന്നും ഒരു വിഷയമല്ല. കാര്യം മനുഷ്യൻ ചത്തൊടുങ്ങുന്നതൊന്നും ഒരു വിഷയമല്ല. മാതാക്കളെ അവർക്ക് ആവശ്യമില്ല. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട മാതാക്കളെ മേലെ ഏതെങ്കിലും ഒരു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അപ്പോഴാ ഗോമാതാ വിഷയം അങ്ങോട്ട് ഉണർന്ന് സടകുടഞ്ഞ് അങ്ങോട്ട് എഴുന്നേക്കും. ഈ അടുത്ത കാലത്താണ് രാജസ്ഥാനിലെ ഒരു ഡംപിംഗ് യാർഡിൽ 100 കണക്കിന് പശുക്കളുടെ മൃതദേഹങ്ങൾ തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. അല്ല, പശുവിനോട് യഥാർത്ഥത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഡംപിംഗ് യാർഡിൽ കൊണ്ടുവന്ന് തള്ളു, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും? ഇല്ലല്ലോ. അപ്പൊ പശു രാഷ്ട്രീയത്തിന്റെ ഇരകൾ പ്രധാനമായും മുസ്ലിങ്ങളും ദലിതരുമാണ്. മുസ്ലിങ്ങളും ദലിതരെയും ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഈ ഗോമാതാ വിഷയം. അല്ലാതെ ഗോമാതാ മാത ആയതുകൊണ്ടല്ല പശു രാഷ്ട്രീയം അതായത്. അത് കേവലം ഒരു മൃഗം മാത്രമാണ്. ചത്ത പശുക്കളുടെ തൊലി ഉരിഞ്ഞ് തുകലുൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ദലിത് സമുദായത്തിൽപ്പെട്ടവർ ഇതിന്റെ പേരിൽ വലിയ തോതിൽ ആക്രമിക്കപ്പെടുന്നുണ്ട്. ചത്തു കഴിഞ്ഞാൽ പോലും വെറുതെ വിടൂല എന്നാ. ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾ സാധാരണയായി കഴിക്കുന്നത് പോത്തിറച്ചിയാണ്. പക്ഷെ ആ പോത്തിറച്ചിന്റെ പേരിൽ പോലും അവിടെ അവർ തല്ലിക്കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ മുഹമ്മദ് അഖ്ലാഖ് കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹം കൈവശം വെച്ചിരുന്നത് മട്ടനായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. അവിടെ അന്വേഷിക്കാൻ വന്ന പോലീസുകാരത് ബീഫാണോ മറ്റെന്തെങ്കിലും ഇറച്ചിയാണോ എന്നായിരുന്നു അന്വേഷിച്ചിരുന്നത്. അഖ്ലാഖിനെ തല്ലിക്കൊന്നതിനെ കുറിച്ച് അവിടെ അന്വേഷണം ഇല്ല. അയാളെ ഒരു സംഘം ആൾക്കാർ, RSSകാരോ ആരോ ആയിക്കോട്ടെ, ആരായാലും അഖ്ലാഖിനെ കൊന്നതിനെ കുറിച്ചല്ല അന്വേഷണം. അഖ്ലാഖിന്റെ കയ്യിലുള്ളത് ബീഫായിരുന്നു എന്നാണ് ചോദ്യം. ബീഫാണെങ്കിൽ അയാൾ കൊല്ലപ്പെടേണ്ടവരായിരുന്നു എന്നാണോ അപ്പോൾ അവിടെ നിയമം പറയാൻ പോകുന്നത്? ഏതായാലും മട്ടനാണെന്ന് പിന്നെ തെളിഞ്ഞു. അതായത് ഇവിടെ ഭക്ഷണം എന്താണ് എന്നതല്ല പ്രശ്നം, ഇരയാക്കപ്പെടുന്നവന്റെ മതവും അവന്റെ ഐഡന്റിറ്റിയുമാണ് ആക്രമണത്തിനുള്ള പ്രധാന കാരണം, വേറൊന്നുമല്ല. മുസ്ലിങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടാൽ, എങ്ങനെ ആവശ്യപ്പെട്ടാലും, ഇനി ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടാൽ കൂടി പശുവിനെ ദേശീയ മൃഗമാക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ സർക്കാരിന് കഴിയില്ല. പ്രത്യേകിച്ച് സംഘപരിവാർ, RSS, BJP, ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന് ഇത് കഴിയില്ല.
അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതിക്കാരായ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ തുകൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. 50 ലക്ഷത്തിലധികം ആളുകൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇതിന്റെ വൻകിട കോർപ്പറേറ്റ് ഉടമകൾ ഭരണകൂടവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. അവർക്ക് വേണ്ടിയാണ് ഈ ഗോവധവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ മാത്രമേ ചെയ്യൂ, അവർ മാത്രമേ കൊല്ലൂ, അവർ മാത്രമേ ഇറച്ചി കയറ്റുമതിക്കൂ, അവരിൽ നിന്ന് തോല് വാങ്ങിയിട്ട് മറ്റൊരു പണിയെടുത്തോണം. ഇതാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പശുവിനെ ദേശീയ മൃഗമാക്കി കഴിഞ്ഞാൽ ഈ കച്ചവടം എല്ലാം തകരും. അതായത് ഈ കോർപ്പറേറ്റ് കൂട്ടുകെട്ടുകളൊക്കെ തെറ്റും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് 4, 3, 7 പേർക്ക് 7 പണച്ചാക്കുകൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ 145 കോടി ജനങ്ങളിൽ മുസ്ലിങ്ങളെയും ദലിതുകളെയും ഒരു ഭാഗത്തും ബാക്കിയുള്ള ഹിന്ദുക്കളെ മറുഭാഗത്തും നിർത്തിക്കൊണ്ട് തമ്മിലടിപ്പിക്കുക. കോടിക്കണക്കിന് വരുന്ന പശുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരിന് ഭീമമായ തുക ചെലവഴിക്കേണ്ടി വരും. ഈ ഗോവധ നിരോധന നിയമവും നടപ്പിലാക്കി അതുപോലെ പശു ദേശീയ മൃഗമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറിനെ സംബന്ധിച്ച് പശു എന്നത് ഒരു മൃഗത്തോടുള്ള ഒരു സ്നേഹമോ വൈകാരികമായിട്ടുള്ള ഒരു ബന്ധമൊന്നുമല്ല. മറിച്ച് ദലിതരെയും മുസ്ലിങ്ങളെയും ഒക്കെ ആക്രമിക്കാനും സമൂഹത്തിൽ വിഭജനം സൃഷ്ടിക്കാനും വിദ്വേഷം വരുത്താനുമുള്ള കേവലം ഒരു ഉപാധി മാത്രമാണ്. നാളെ പശുവിനെ ഉപയോഗിച്ച് അക്രമം നടത്താൻ കഴിയാത്ത സാഹചര്യം വന്നാൽ അവർ സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കാൻ മറ്റൊരു ബിംബത്തെയോ അല്ലെങ്കിൽ മറ്റൊരു ആയുധത്തെയോ മറ്റൊരു മൃഗത്തെയോ ആരെങ്കിലും കണ്ടെത്തും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ മുതൽ മത്സ്യത്തെ പറയാം, അതൊരു അവതാരമായിരുന്നല്ലോ, ഇനി മത്സ്യം കഴിക്കാൻ പാടില്ല എന്ന് പറയാം എന്ന് പറയുന്നത് പോലെയാണത്. ഇന്ത്യയിൽ 100 വർഷത്തോളമായി കുത്തിവയ്ക്കപ്പെട്ട ഒരു വിദ്വേഷ പ്രത്യയശാസ്ത്രം അത് അടുത്ത കാലം വരെ ജനങ്ങളിലേക്ക് അങ്ങനെ ആഴ്ന്നിറങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10-14 വർഷമായിട്ട് ഇത് ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയിട്ടുണ്ട്. ആ പ്രത്യയശാസ്ത്രത്തിൽ മാറ്റം വരാതെ ഈ സാഹചര്യത്തിന് ഒരു മാറ്റം വരില്ല. അതുവരെ നമ്മുടെ ഇന്ത്യ പടവലങ്ങ പോലെ ആയിരിക്കും വളർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് താഴേക്കായിരിക്കും വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആര് കേൾക്കാൻ, ആരോട് പറയാൻ? Different angles. Don't forget to subscribe and support this channel.